ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്നിവിടെ വൈകുന്നേരമാണ്. ഞങ്ങളിവിടെ നാട്ടിലെത്തിയിട്ടുണ്ട്. നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും തന്നെ നല്ല മഴ കിട്ടുന്ന ടൈമാണല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല ചൂടൻ ചായയും അതുപോലെ തന്നെ അടിപൊളി സ്നാക്സും കഴിച്ചിരിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലെയുള്ള മഴയത്ത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിപ്പക്കോടയാണ്. വളരെ മിനിമൽ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. നമ്മളിത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് തിരുമ്മി വയ്ക്കാം. ഇത് 10 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തേക്ക് വരും. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 തണ്ട് കറിവേപ്പിലയാണ്, പിന്നെ കുറച്ച് കാഷ്യൂനട്ടും പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയുടെ അല്ലി ഞാൻ തോലോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. ഇത് ഇങ്ങനെ ചതച്ച് ആ ഉള്ളിപ്പക്കോടയുടെ കൂടെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നമ്മളുടെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടലമാവാണ്. ഞാൻ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് കായം കൂടി ചേർക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമുക്ക് ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ തന്നെ ഇത് ഒരുമാതിരിയൊക്കെ മിക്സായി കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഇതാക്കില്ലേ, അതേപോലത്തെ ഒരു പരുവാവുന്ന വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂണിൽ കുറച്ച് പോർഷൻസ് ആയിട്ട് എടുത്ത് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. 2 സൈഡും ചെറുതായിട്ട് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് വറുത്ത് മാറ്റാം. ഇപ്പം ഓൾമോസ്റ്റ് 2 സൈഡും ഏതാണ്ട് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുന്നില്ല, കാരണം അത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയാൽ കുറച്ച് കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ അത് ക്രിസ്പിനെസ് ഒക്കെ പോകുന്ന പോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഹോളൊക്കെ ഉള്ള ഏതെങ്കിലും പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ഇതേപോലെ തന്നെ മുഴുവനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉള്ളിപ്പക്കോട അല്ലെങ്കിൽ ഉള്ളി വട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിൽ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.